അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഓരോ മനുഷ്യനും ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ലാഭമാണ്. ഒരു കച്ചവടക്കാരൻ ഒരു കട തുറക്കുമ്പോൾ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കട തുറക്കുന്നത്. ഒരു കർഷകൻ വിത്തിറക്കുമ്പോൾ നല്ല വിളവാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. ഒരു തൊഴിലാളി ജോലിക്ക് പോകുമ്പോൾ കൂലി അവൻ പ്രതീക്ഷിക്കുന്നു. നഷ്ടം വരുത്തുമെന്നുറപ്പുള്ള ഒരു കച്ചവടത്തിലും ആരും പണം മുടക്കാറില്ല. എന്നാൽ അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യമുണ്ട്, അഥവാ സത്യമുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കച്ചവടങ്ങൾ പോലും നഷ്ടത്തിൽ അവസാനിക്കുന്നു. വലിയ കമ്പനികൾ തകർന്നു പോകുന്നു. കോടികൾ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നു. എന്നാൽ ഒരിക്കലും നഷ്ടം വരാത്ത, ഒരിക്കലും മൂലധനം നശിക്കാത്ത, ഒരിക്കലും ലാഭം കുറയാത്ത 3 കച്ചവടങ്ങൾ റബ്ബ് പരിചയപ്പെടുത്തുന്നുണ്ട്. കച്ചവടത്തിൻ്റെ പങ്കാളി അള്ളാഹുവാണ്. അതിൻ്റെ മൂലധനം ഈമാനാണ്. ലാഭം റബ്ബിൻ്റെ തൃപ്തിയും സ്വർഗവുമാണ്. ഓരോരുത്തർക്കും ഏർപ്പെടാവുന്ന 3 കച്ചവടമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫാത്തിറിലെ 29-ാമത്തെ ആയത്തിലാണ് അള്ളാഹു പറയുന്നത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറതൻ ലൻ തബൂർ. ഇതിൽ ഒന്നാമതായി അള്ളാഹു പറയുന്നത് ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നതാണ്. അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഓരോ അക്ഷരത്തിനും 10 നന്മകൾ ലഭിക്കുമെന്നും പാരായണക്കാരൻ്റെ പദവികൾ ഉയർത്തുമെന്നും ഖിയാമത്ത് നാളിൽ വിശുദ്ധ ഖുർആൻ അവന് ശുപാർശ ചെയ്യുമെന്നും ബുദ്ധിമുട്ടോടുകൂടിയാണ് ഒരാൾ വായിക്കുന്നതെങ്കിൽ അയാൾക്ക് 2 പ്രതിഫലമുണ്ടെന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം അതുതന്നെയാണ്. രണ്ടാമത്തേത് അഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തലാണ്. നമസ്കാരം നിലനിർത്തുന്നവർക്ക് ലഭിക്കുന്ന ഒട്ടനവധി അനുഗ്രഹങ്ങളെക്കുറിച്ച് ഖുർആനും പ്രവാചകചര്യവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് അവിടെ പാപങ്ങൾ മായ്ച്ചു കൊടുക്കുമെന്നും സ്വർഗ പ്രവേശനത്തിന് കാരണമാകുമെന്നും റബ്ബിൻ്റെ സംരക്ഷണം ലഭിക്കുമെന്നും ഹൃദയശാന്തിയും ആശ്വാസവും ലഭിക്കുമെന്നും തിന്മകളിൽ നിന്ന് തടയപ്പെടുമെന്നും റബ്ബിനോട് ഏറ്റവും അടുക്കാനുള്ള അവസരം ലഭിക്കുമെന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ കച്ചവടം വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, തങ്ങൾക്കു നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ എന്നാണ്. ഇത്തരക്കാർക്ക് ഒന്നിന് 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുമെന്ന് 7 കതിരുകളിൽ 100 വീതം ധാന്യമണികൾ ഉദാഹരിച്ച് സൂറത്ത് ബഖറയിലെ 261-ാമത്തെ ആയത്തിൽ അള്ളാഹു പ്രതിഫലം പഠിപ്പിക്കുന്നുണ്ട്. റബ്ബിൻ്റെ സ്നേഹവും തൃപ്തിയും ലഭിക്കുമെന്നും സമ്പത്തിൽ ബറക്കത്ത് ലഭിക്കുമെന്നും പാപങ്ങൾ മായ്ച്ചു തരുമെന്നും ഖിയാമത്ത് നാളിൽ തണലാവുമെന്നും ഭയവും ദുഃഖവുമില്ലാത്ത അവസ്ഥയുണ്ടാക്കുമെന്നും വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചെലവഴിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടമില്ലാത്ത കച്ചവടം. അതുകൊണ്ട് ലാഭം മാത്രം നേടിത്തരുന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞ 3 കച്ചവടങ്ങളിൽ ശ്രദ്ധയോടുകൂടി നാം ഇടപെടണം. സർവശക്തനായ അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.